Good day to all. My name is Sanju. Here we have Agi Dowling, Operations Manager from Tutel, New Zealand. Hi all. Today here we are to discuss നമ്മുടെ കാൻഡിഡേറ്റ്സിന് യൂഷ്വലി ന്യൂസിലാൻഡ് നേഴ്സിംഗ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ്. സോ December 4, 2023 വന്ന ന്യൂ അപ്ഡേറ്റ്സ് പ്രകാരം നമ്മുടെ കാൻഡിഡേറ്റ്സിന് ഇപ്പോഴും ഡൗട്ടാണ് ഇവർ ക്യാപ്പാണോ OSCE ആണോ ചെയ്യേണ്ടതെന്നുള്ളത്. യെസ് അഞ്ജു. സോ December 4, 2023 മുന്നേ ആയിട്ട് IQN ഇൻവിറ്റേഷൻ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിൽ they'll be going with the CAP program. ആൻഡ് അതിനുശേഷം IQN ഇൻവിറ്റേഷൻ വന്നിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ദാറ്റ് ഈസ് അപ്കമിങ് ആയിട്ടുള്ള ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ നോക്കുന്ന എല്ലാവർക്കും തന്നെ ദേ ഹാവ് ടു ഓപ്റ്റ് OSCE. അതാണ് നമ്മളുടെ ഇപ്പം പുതിയ റീസെൻറ്റ് അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ള കോമ്പീറ്റൻസ് അസസ്മെൻറ്റ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഡീലിൽ റിസീവ് ആയിട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇപ്പോഴും ക്യാപ്പ് ആണെന്ന് പറഞ്ഞല്ലോ, ഇവർക്ക് ക്യാപ്പ് സീറ്റ്സ് അവൈലബിൾ ആണോ? യെസ്, ഓഫ് കോഴ്സ്. എക്സിസ്റ്റിംഗ് DL ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും തന്നെ ക്യാപ്പ് സീറ്റ്സ് അവൈലബിൾ ആണ്. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ, ദേ ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ 30th June of 2025. സോ ക്യാപ്പ് മാറി OSCE ആയപ്പോൾ ഇവരുടെ ക്വാളിഫിക്കേഷൻസിൽ, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് ദർ ഇസ് എ സ്മോൾ ചേഞ്ച്. ആൻഡ് ആക്ച്വലി കാൻഡിഡേറ്റ്സിന് അത് റിയലി ബെനിഫിഷ്യൽ ആണ്, ദോസ് ഹു ഹാവ് ലെസ് വർക്ക് എക്സ്പീരിയൻസ്. ദാറ്റ് ഇസ് ഏർലിയർ ഇറ്റ് വാസ് 2500 വർക്കിംഗ് അവേഴ്സ് ദേ വർ ആസ്കിംഗ് ഫോർ, ബട്ട് ദിസ് ഹാസ് ചേഞ്ച് ടു 1800 വർക്കിംഗ് അവേഴ്സ് പോസ്റ്റ് രജിസ്ട്രേഷൻ. സോ വളരെ കുറവ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനാണെങ്കിൽ റിയലി ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. And when it comes to the language requirement, there is not much changes. So if they are completing OET, namalku writing in C+ and all other modules B, and if they are going for IELTS 6.5 for writing and all other modules 7 band ആണ് required ആയിട്ടുള്ളത്. So GNM നേഴ്സസിന് ന്യൂസിലാൻഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ പോസിബിൾ ആണോ? യെസ്, തീർച്ചയായും. ആൻഡ് കാൻഡിഡേറ്റ്സിനെല്ലാം അത്രയും അവെയർ അല്ലാത്ത ഒരു കാര്യമാണ്, GNM നഴ്സസ് ക്യാൻ ഓൾസോ അപ്ലൈ ഫോർ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ. ബട്ട് ദർ ഇസ് എ സ്മോൾ ചേഞ്ച്. എൻറോൾ നഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലായിരിക്കും അവരുടെ പ്രൊഫൈൽ വരുന്നത്. ആൻഡ് ദാറ്റ് ടു ഇഞ്ചെക്ഷൻ ആൻഡ് അതർ മെഡിക്കേഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാവില്ല. ആൻഡ് ഓൺ അവർ എക്സ്പീരിയൻസ് പറയാമെന്നാണെങ്കിൽ we have couple of GNM nurses, those who have got registration as RN ആയിട്ട് തന്നെ നമ്മളെ ട്യൂട്ടറിലെ കാൻഡിഡേറ്റ്സ് കുറച്ച് പേർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ വർക്ക് എക്സ്പീരിയൻസ്. ബട്ട് പ്യുവർലി നഴ്സിംഗ് കൗൺസിലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. സോ ഓഫ് കോഴ്സ് ദർ ഇസ് എ ഓപ്ഷൻ ഫോർ GNM nurses. സോ അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൽ അല്ലെങ്കിൽ ഇവരുടെ ഡ്യൂറേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? ദർ ഇസ് നോട്ട് മച്ച് ചേഞ്ചസ് ഇൻ ദ ഡ്യൂറേഷൻ. സോ ആസ് യു നോ, CGFNS ആണ് വെരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ വൺസ് CGFNS ലോഞ്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വിതിൻ 2 to 3 months CGFNS റിപ്പോർട്ട് വരുന്നതായിരിക്കും. സോ വൺസ് ആഫ്റ്റർ ഗെറ്റിംഗ് CGFNS റിപ്പോർട്ട് ദേ ക്യാൻ അപ്ലൈ ഫോർ ദ IQN അപ്ലൈ ചെയ്യാം. ആൻഡ് വിതിൻ ഒരു 3 to 4 months ആണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നഴ്സിംഗ് കൗൺസിൽ പറയുന്നത് കേസ് മാനേജർ അസൈൻ ആവാൻ വേണ്ടിയിട്ട്. സോ വൺസ് കേസ് മാനേജർ ഹാസ് ബീൻ അസൈൻഡ്, then they'll be getting an acceptance mail. So earlier ഈ ഒരു acceptance mail എന്ന് പറയുന്നത് when it was CAP DL ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. And now under the new update, like ഈ ഒരു competence assessment examination, the first step എന്ന് പറയുന്നത് IQN ആണ്. സോ ഈ ഒരു തിയറി എക്സാമിനേഷൻ ഫോർ ദ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിനായിട്ടുള്ളത്, അത് ബുക്ക് ചെയ്യാനും ഒരു എക്സാമിനേഷൻ ഡേറ്റ് ബുക്ക് ചെയ്യാനും വിത്ത് ദ സർവീസ് പ്രൊവൈഡേഴ്സ് അക്രഡിറ്റഡ്, അതിനുള്ള ഓപ്ഷൻ ആയിട്ടാണ് ഈ മെയിൽ അവർക്ക് ഇപ്പോൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റൻസ് അസസ്മെന്റ് എക്സാമിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഫോർ ഓൾ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസ് ഈ കോമ്പറ്റൻസ് അസസ്മെൻറ്റ് എക്സാമിനേഷൻ വരുന്നത് 2 പാർട്ടായിട്ടാണ്. വൺ ഈസ് തിയറി ആൻഡ് വൺ ഈസ് പ്രാക്ടിക്കൽ. സോ the first stage എന്ന് പറയുന്നത് it is a online theoretical examination which is conducted at any service provider accredited by Pearson VUE either in New Zealand or in overseas. So this is coming under 2 part actually, that is part A and part B. And part A എന്ന് പറയുന്നത് medication safety ആണ്. Part B is nursing knowledge. Here they have to complete 120 questions in 180 minutes. So അവർക്ക് in total ഒരു 3 attempts ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇൻ വെരി ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ് സെൽഫ് ദേ ഹാവ് ടു കംപ്ലീറ്റ് അല്ലെങ്കിൽ അവർ ക്ലിയർ ചെയ്യണം പാർട്ട് A അല്ലെങ്കിൽ പാർട്ട് B. ഇഫ് ഇൻ കേസ് ദേ ഫെയിൽ ഫോർ എനി വൺ പാർട്ട് എന്നാണെങ്കിൽ റീസിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്, ഫെയിലായ പെർട്ടിക്കുലർ പാർട്ടിന് മാത്രമായിട്ട്. സോ അപ്പോൾ ഈ IQN എക്സാമിന് ട്യൂട്ടറിലെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? Yes, we do. Tutel Institute of Health Skills provide a complete training support for all our candidates for IQN and OSCE. And when it comes to IQN examination, the theory examination which you have asked for, every month നമ്മൾക്ക് പുതിയ batches available ആണ്, that too from experienced educators. ആൻഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാൻഡിഡേറ്റ്സിന് ഈ IQN ട്രെയിനിങ് ബാച്ച് കൊടുക്കുന്നത്. ആൻഡ് 1 month ആണ് ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്.
And based on candidates in the convenience, morning and evening batches available ആണ്. We are providing a lot of mock sessions also. And other advantage എന്ന് പറയുന്നത് we are providing a login access to all our candidates where they get all the study materials for their reference anytime. Additionally, close to their exam dates, നമ്മൾ crash course-ഉം provide ചെയ്യുന്നുണ്ട്. ഇപ്പം any additional training sessions വേണം എന്നാണെങ്കിൽ candidatesന് അത് അവൈൽ ചെയ്യാവുന്നതാണ് ട്യൂട്ടലിനൊപ്പം. Okay, so what about OSCE? Yes, the very second stage is clinical assessment examination process, so which comes under two parts. That is, the first one is a 2 days of orientation and preparatory course, which is called OPC, and University of Canterbury lana ee course deliver cheyunne. And the very third day, candidate has to go through a 3-hour clinical examination, which is called OSCE. That is objective structured clinical examination, and this is delivered by nurses SMORT in the simulation center at Christchurch. Okay, so 10 stations ആണ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് നഴ്സസിന്, and they'll be getting 12 minutes in each stations to complete. Okay, and 2 minutes is for the preparation, 8 minutes for assessment, and another 2 minutes for the transition between the stations. അങ്ങനെയാണ് വരുന്നത്. So if in case they fail for the OSCE examination, they are getting 2 more times to resit for the particular part. ഓക്കെ, സോ അപ്പോൾ ഈ OSCE പ്രാക്ടിക്കൽ എക്സാമിന് ട്യൂട്ടലിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ട്രെയിനിങ്സ് അവൈലബിൾ ആണോ? യെസ്, ഓഫ് കോഴ്സ്. അറ്റ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് വി ആർ പ്രൊവൈഡിങ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ്സ് ഫോർ ഓൾ അവർ കാൻഡിഡേറ്റ്സ്. നമ്മൾക്ക് ഡെയിലി ബാച്ചസ് അവൈലബിൾ ആണ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആയിട്ട്. ആൻഡ് വി ഹവ് ഗോട്ട് 2 different locations for our offline OSCE training, that is in Kochi and at Christchurch. So as I said earlier, Christchurch ആണ് നമ്മുടെ OSCE examination സെൻറ്റർ വരുന്നത്. സോ നിയർ ബൈ ആയിട്ടാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ അവർ കാൻഡിഡേറ്റ്സ് ടു ട്രാവൽ ഫോർ ദ എക്സാമിനേഷൻ വെന്യൂ ആസ് വെൽ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ഹവ് ഗോട്ട് വെൽ ട്രെയിൻഡ് എഡ്യൂക്കേറ്റേഴ്സ്, ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് നമുക്ക് ടിൽ ഡേറ്റ് 100% സക്സസ് റേറ്റ് ആണ് OSCE എക്സാമിനേഷന് വന്നിട്ടുള്ളത്. ആൻഡ് മോർ ഓവർ ഇപ്പം കാൻഡിഡേറ്റ്സിന് ഇൻ കേസ് എക്സാമിനേഷന് മുന്നേ ആയിട്ട് ഒരു അഡീഷണൽ ട്രെയിനിങ് സപ്പോർട്ട് വേണം എന്നാണെങ്കിൽ 24/7 അവർക്ക് നമ്മളെ ക്രൈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പേഴ്സണലൈസ് പ്രാക്ടീസ് സെഷൻ എടുക്കാവുന്നതാണ്. ആൻഡ് ദർ ഇസ് നോ ലിമിറ്റേഷൻ ഇൻ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ് ആണോ ഓഫ്ലൈൻ OSCE ട്രെയിനിങ് ആണോ ട്യൂട്ടൽ സജസ്റ്റ് ചെയ്യുന്നത്? Okay, when it comes to the OSCE examination, of course we will suggest offline training sessions, because unlike the theory examination IQ നമ്മൾ നേരത്തെ പറഞ്ഞു, when it comes to OSCE, of course ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷൻ ആണ് നമ്മളുടെ എല്ലാ കാൻഡിഡേറ്റ്സിനും വേണ്ടത്. Okay, so here as I said we have 2 locations at Kochi and Christchurch. So ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് ഇഫ് എനി കാൻഡിഡേറ്റ്സ് കനോട്ട് ട്രാവൽ ടു കൊച്ചി എന്നാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എബ്രോഡുള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിലും വെൻ ദേ ആർ കമ്മിങ് ടു ക്രൈസ്റ്റ്ചർച്ച് ഫോർ OSCE എക്സാമിനേഷൻ ദേ ക്യാൻ ടേക്ക് അവർ ട്രെയിനിങ് സെഷൻ ഓഫ്ലൈൻ ഫ്രം അവർ സെൻറ്റർ. Okay, from our institute there in Christchurch. So അവിടെ അവർക്ക് വേറെ ഒരു ഡിഫിക്കൽട്ടീസും വരുന്നില്ല. ആൻഡ് ഇഫ് ആസ് സെഡ് ലൈക്ക് ഇഫ് ദേ ആർ ലുക്കിംഗ് ഫോർ എ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്, ഓഫ് കോഴ്സ് 24/7 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്ക് ട്രെയിനിങ് അവൈലബിൾ ആണ്. സോ അറ്റ് എനി ടൈം ദേ ക്യാൻ ഗെറ്റ് ദ അസിസ്റ്റൻസ് ഫ്രം അവർ എഡ്യൂക്കേറ്റേഴ്സ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദ OSCE ട്രെയിനിങ്, ലൈക്ക് ഇപ്പം നമ്മൾ ഒരു കിവി കൾച്ചറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഓവർവ്യൂ സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൾസോ വിൽ ഗീവ് സെപ്പറേറ്റ് സെഷൻസ് ഫോർ എൻഹാൻസിങ് ദെയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ കാൻഡിഡേറ്റ്സ് ന്യൂസിലൻഡ് ചെന്ന് കഴിഞ്ഞ് ട്യൂട്ടലിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ സർവീസസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് a complete support on post landing services we are providing to our candidates, and that is their airport pickup and drop, accommodation, and very reasonable ആയിട്ടുള്ള റേഞ്ചിൽ തന്നെ നമ്മൾക്ക് ഡിഫറെൻറ്റ് അക്കോമഡേഷൻ പാക്കേജസ് അവൈലബിൾ ആണ്. ഫുള്ളി ഫർണിഷ് അക്കോമഡേഷൻ ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ദ ട്രെയിനിങ് സെൻറ്റർ ടു ദെയർ അക്കോമഡേഷൻ ടു ദ എക്സാമിനേഷൻ വെന്യൂ എല്ലാം നമ്മൾ കാൻഡിഡേറ്റ്സിന് നമ്മളുടെ സ്പെഷ്യലൈസ്ഡ് ടീം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഒരു പാത്വേ ആയിട്ടാണ് കാൻഡിഡേറ്റ്സ് ന്യൂസിലൻഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ന്യൂസിലാൻഡിൽ ഇവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ? ട്യൂട്ടലിൻ്റെ സൈഡിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും? Okay, good question. So as per Trans-Tasman Mutual Recognition, New Zealand registration കിട്ടിയുള്ള ഒരു നഴ്സിന് it is very easy to get the registration converted to Australian nursing registration. That is AFRA and ANMARC എന്നൊരു പ്രോസസ്സ് ചെയ്താൽ മതി. We have a dedicated team who gives assistance for our candidates for this process. ആൻഡ് ഇപ്പം പറയാമെന്നാണെങ്കിൽ നിങ്ങൾക്കറിയാം ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നോക്കുന്ന ഒരു നഴ്സിനാണെങ്കിൽ ദേ ഹാവ് ടു കംപ്ലീറ്റ് NCLEX ആൻഡ് OSCE.
ഓക്കെ, ഇപ്പം ഈ ഒരു പാത്വേ, അതായത് ന്യൂസിലൻഡ് പാത്വേ എടുക്കുന്ന ഒരു കാൻഡിഡേറ്റിനാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആൻമാക് അല്ലെങ്കിൽ ആഫ്ര ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് കൂടുതലും നഴ്സസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു പാത്വേ കൂടിയാണിത്. സോ വി ക്യാൻ ഗിവ് എ കംപ്ലീറ്റ് സപ്പോർട്ട് ടു ഓൾ അവർ നഴ്സസ്. സോ അപ്പോൾ കാൻഡിഡേറ്റ്സിന് ട്യൂട്ടൽ കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് സർവീസ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാമോ? യെസ്, ഷുവർ. CGFNS ആണ് very first stage, as I said. So CGFNS portal login, CGFNS registration, and IQN application submission, visa processing. That is, we have a dedicated visa department here who is working under the immigration lawyers. So ഒരു 1 or 2 months ആണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് ന്യൂസിലൻഡ് വിസ പ്രോസസ്സിങ്ങിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ വി ക്യാൻ ഗിവ് കംപ്ലീറ്റ് വിസ അഡ്മിഷൻ ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ട് ആസ് വെൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, for IQN and OSCE, exam booking assistance and the complete offline and online training support. And after reaching New Zealand, we are giving the post landing services, as said, like airport pickup and drop, accommodation assistance, and so on. Thank you so much, Sagi. It was really informative. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസിലൻഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയറൻസ് ഉണ്ടെങ്കിലും ഡു കോൺടാക്ട് us. Also, you can follow our social media pages. Thank you. We are signing off.